നമുക്കറിയാവുന്നതുപോലെ ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ തന്നെ വലിയ വിവാദങ്ങൾ രൂപപ്പെട്ടിരുന്നു. കാരണം ക്രൗഡ് മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചയാണതിൽ വലിയ വിഷയമായി മാറിയത്. കാരണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ ദേവസ്വം ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെയും രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. കേന്ദ്രസേന എത്തുന്നതിൽ വൈകി, NDRFന്റെ സാന്നിധ്യം ആദ്യ 2 ദിവസങ്ങളിൽ ഉണ്ടായില്ല. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി വന്ന K. ജയകുമാർ പോലും അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഭയാനകമാണ് ശബരിമലയിലെ സാഹചര്യമെന്ന് തുറന്നു പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ മണ്ഡലകാലത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കാര്യങ്ങൾ പോയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ പമ്പയിൽ ഒരു അവലോകന യോഗം നടക്കുകയാണ്. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം നടക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിന്റെ ഭാഗമാകും. മിഥുൻ മുരളി പമ്പയിൽ നിന്ന് ചേരുകയാണ്. മിഥുൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഈ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയ ഒരു മണ്ഡലകാലത്തിന്റെ തുടക്കമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നവംബർ 17 നട തുറക്കുന്ന ദിവസം തന്നെ ലക്ഷക്കണക്കിന് ഭക്തരെത്തുകയും അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ടു നിൽക്കുന്ന പോലീസുകാരെയും ഒക്കെ നമ്മൾ ശബരിമല സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമൊക്കെ കണ്ടിരുന്നു. വ്യാപകമായ പ്രതിഷേധം ആദ്യ ദിവസം തന്നെ ഉണ്ടായി. ഒടുവിൽ കേരള ഹൈക്കോടതി രൂക്ഷ വിമർശനം ദേവസ്വം ബോർഡിന് എതിരെ ഉയർത്തി. ഈ പശ്ചാത്തലത്തിലാണല്ലോ ഇന്നിപ്പോൾ ഈ അവലോകന യോഗം 11:30 ചേരാൻ പോകുന്നത്. ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ് മിഥുൻ? ഗൗതം, വൈകിയുള്ള അവലോകന യോഗം രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും മേൽ ഉണ്ടാകുന്നു. ഹൈക്കോടതി വടിയെടുത്തു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു അവലോകന യോഗം ഇന്ന് പമ്പയിൽ ചേരുന്നത്. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ വിഭാഗങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ, ദേവസ്വം ഭാരവാഹികൾ അടക്കമുള്ളവർ പങ്കെടുക്കും. പ്രധാനമായും ഈ തിരക്ക് നിയന്ത്രണത്തിൽ പാളിച്ചകൾ സംഭവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വലിയ വീഴ്ചയാണ് ഈ മണ്ഡലകാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉണ്ടായിരിക്കുന്നത്. ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. ഹൈന്ദവ സംഘടനകൾക്കിടയിൽ നിന്ന് പ്രതിഷേധമുണ്ട്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇനിയുള്ള ഘട്ടത്തിൽ തിരക്ക് നിയന്ത്രണം ഏത് രീതിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകളിൽ വലിയ വിമർശനം ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് ഭക്തരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, ഹൈക്കോടതിയും ഈ കാര്യത്തിലും സർക്കാരിന്റെ രൂക്ഷ വിമർശനം നടത്തിയിട്ടുമുണ്ട്. വിവിധ ഇടത്താവളങ്ങളിലടക്കം ഭക്തജനങ്ങൾക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനിയുള്ള ഘട്ടത്തിലും അടിസ്ഥാന സൗകര്യ അപര്യാപ്തത വലിയ ഒരു പരാതിയായിട്ട് പ്രതിഷേധമായി ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരികയും ചെയ്യും. ഈ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനാകും എന്നുള്ളതാണ് ഈ അവലോകന യോഗം പ്രധാനമായും വിലയിരുത്തുക. വൈകിയുള്ള അവലോകന യോഗമാണ്. ഒരു 6 മാസം മുൻപെങ്കിലും എല്ലാ വിഭാഗങ്ങളുടെയും ഏകോപനം സാധ്യമാക്കിക്കൊണ്ടുള്ള യോഗങ്ങൾ ചേരേണ്ടതായിരുന്നു, മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതായിരുന്നു. അതൊന്നും സാധ്യമാകാതെ ഇരിക്കുമ്പോഴാണ് ഈ മുന്നൊരുക്കങ്ങളിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ ഇത്തരത്തിലുള്ള ഒരു യോഗം ഇന്ന് പമ്പയിൽ ചേരുന്നത് എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. ഇനി പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത് ഹൈക്കോടതിയുടെ ഇടപെടൽ നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. 5000 സ്പോട്ട് ബുക്കിംഗ് ആദ്യം ഹൈക്കോടതി ഇടപെടൽ നിയന്ത്രണം ആക്കി. അതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് 5000 എന്നത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസരിച്ച് 5000 എന്ന പരിധി കൂട്ടാം, സർക്കാരിനും ദേവസ്വം ബോർഡിനും കൂട്ടാം എന്നുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി ഈ ക്രൗഡ് മാനേജ്മെന്റും തിരക്ക് നിയന്ത്രണവും ഏത് രീതിയിൽ, അത് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ അജണ്ടയായി മാറുക. അതായത് 5000 എന്ന പരിധിക്കപ്പുറത്തേക്ക് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്ന സാഹചര്യത്തിൽ എത്ര വരെ ഈ ആളുകളെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം പ്രകാരം കടത്തിവിടാം എന്നുള്ളത് പ്രധാനപ്പെട്ട ചർച്ചയായി മാറും. അതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചകൾ, വീഴ്ചകൾ, അത് ഏതൊക്കെയാണ്, ഏതൊക്കെ വിഭാഗങ്ങൾക്ക്, ഏതൊക്കെ വകുപ്പുകൾക്കാണ് വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്, വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലൊക്കെയാണ് പാളിയത് നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ 2 മാസത്തെ കാലത്തേക്ക് ക്രൗഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിലടക്കമുള്ള കാര്യങ്ങൾ. അത് നേരത്തെ സൂചിപ്പിച്ചതോടെ ഈ സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ ഏത് രീതിയിൽ എത്ര വരെ ഉയർത്താം എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു പ്രധാന ചർച്ചയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത്. എന്തായാലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധ ബുദ്ധി ഇപ്പോഴുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഭയാനകമായ സാഹചര്യങ്ങൾ സന്നിധാനത്തുണ്ടായത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇനി സന്നിധാനം പോകുന്നത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിൽ നിലക്കലടക്കമുള്ള മേഖലകളിൽ ഭക്തജനങ്ങളെ തടഞ്ഞുകൊണ്ടാണ്. വ്യക്തമാണ് മിഥുൻ, അതായത് വലിയ പാളിച്ച ക്രൗഡ് മാനേജ്മെന്റിൽ ഉണ്ടാകുന്നു, ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുന്നു, ഹൈന്ദവ സംഘടനകളും അയ്യപ്പന്മാരും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാസങ്ങൾക്ക് മുമ്പ് നടക്കേണ്ട അവലോകന യോഗം, മാസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഇന്നിപ്പോൾ പമ്പയിൽ യോഗം വിളിച്ച് ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രി എത്തുന്നത്. 11:30 ഈ യോഗം നടക്കുന്നത്. മുതിർന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരും ദേവസ്വം പ്രസിഡന്റ് ജയകുമാർ ഉൾപ്പെടെയുള്ളവരും മന്ത്രി വിളിക്കുന്ന ഈ
യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മിഥുൻ മുരളി പമ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം ധാരാളം അപ്ഡേറ്റ്സുകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഓരോ മണിക്കൂറിലും പുറത്തു വരികയാണ്. പത്മകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തതോടുകൂടി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരും CPM-ഉം എല്ലാ അർത്ഥത്തിലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണ്.